ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈൽ ലേണിംഗ്. ഇറ്റ്സ് മീ അനസുദ്ദീൻ സാർ. എല്ലാവർക്കും സ്വാഗതം. യെസ്, നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള പ്ലസ് വൺ കൊമേഴ്സിന്റെ എക്സാം എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് C++ പ്രോഗ്രാമിന്റെ ചാപ്റ്റർ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു ഗെറ്റിംഗ് സ്റ്റാർട്ട് വിത്ത് C++ പ്രോഗ്രാമിങ്, ദെൻ പിന്നെയാണെങ്കിൽ ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്, ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിങ്, ദെൻ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. ഇത്രയാണ് ചാപ്റ്റേഴ്സ് വരുന്നത് അല്ലേ. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, സൂപ്പർ 30 ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പിന്നെ മാരത്തോൺ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പിന്നെ എന്താണ് ഈ പറഞ്ഞുള്ള ബൂസ്റ്റർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പഠിച്ചിരിക്കുക, സെറ്റായിട്ട് പഠിക്കുക കേട്ടോ. ഇവിടെ നോക്കാം, ഹൂ ഡെവലപ്ഡ് C++ ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഡോക്ടർ ജെയിംസ് ടോപ്സ്റ്റപ്പ് എന്നാണ് പേര് കേട്ടോ. ഇവിടെ ബി സൈലന്റ് ആണ് കേട്ടോ. ഡോക്ടർ ജെയിംസ് ടോപ്സ്റ്റപ്പ് ആണ് C++ ഡെവലപ്പ് ആക്കിയിരിക്കുന്നത്. മറക്കല്ലേ, ആ ഒരു ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഹൗ ആർ നോൺ ഗ്രാഫിക് ക്യാരക്ടേഴ്സ് റെപ്രസെന്റഡ് ഇൻ C++? ഗീവ് ആൻ എക്സാമ്പിൾ. ഓക്കെ, നോൺ ഗ്രാഫിക് ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നോൺ ഗ്രാഫിക് സിമ്പിൾസുകളാണെങ്കിൽ നമുക്ക് ഡയറക്ട്ലി പ്രോഗ്രാമിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? /n, ന്യൂ ലൈൻ, ഇതിനെ വിളിക്കുന്ന പേരാണ് എസ്കേപ്പ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ. ന്യൂ ലൈൻ കൊടുക്കാൻ ഉപയോഗിക്കുന്ന /n, /t ഹൊറിസോണ്ടൽ ടാബ് കൊടുക്കാൻ, /b ബാക്ക് സ്പേസ്, /r ക്യാരേജ് റിട്ടേൺ, /back/ കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ്. /സിംഗിൾ കോട്ട് കൊടുക്കാൻ, /ഡബിൾ കോട്ട്സ് കൊടുക്കണം. അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് പഠിച്ചു. എസ്കേപ്പ് സീക്വൻസ് ഏതെങ്കിലും 2-3 പഠിച്ചു വെച്ചേക്കുക. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. യെസ്, അത് വേറെ രീതിയിൽ തന്നെ ചോദിച്ചേക്കുന്നത് കേട്ടോ. നിങ്ങൾ വേറെ രീതിയിൽ തന്നെ ചോദിച്ചേക്കുകയാണ്. യെസ്, നെക്സ്റ്റ് എടുത്ത് നോക്കാം. എ ലേബൽ ഇൻ C++ ഈസ്. ലേബൽ ഇൻ C++. ലേബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ലേബൽ എന്ന് പറയുമ്പോൾ ഗോ ടു സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ സെക്കൻഡ് ഇയർ പഠിക്കും, പക്ഷെ ഇത് ഫസ്റ്റ് ഇയറിലുള്ള ഒരു ബാക്കിലുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ ലേബൽ എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് വേർഡാണ്. അതായത് യൂസർ ഡിഫൈൻഡ് ആയിട്ട് പ്രോഗ്രാമർ സ്വന്തമായിട്ട് കൊടുക്കുന്ന ഒരു പേരാണ് ഇത് ലേബൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് അത് കീവേഡ് അല്ല, ഓപ്പറേറ്ററും അല്ല, ഫംഗ്ഷനും അല്ല. എന്താണത്? ഇറ്റ് ഈസ് എൻ ഐഡന്റിഫയർ കേട്ടോ. അതൊരു ഐഡന്റിഫയർ ആണ്. അപ്പൊ ആൻസർ എന്താണ്? നമുക്ക് ഓപ്ഷൻ ബി വരും. ആൻസർ ഓപ്ഷൻ ബി വരും. ക്ലിയർ? നെക്സ്റ്റ്, ദ ഫോളോയിങ് ടോക്കൺ ഫ്രം ദ C++ പ്രോഗ്രാമിംഗ്. ഓക്കെ, ഫിൽ അപ്പ് ദ ഗിവൻ ടേബിൾ ബൈ പ്ലേസിംഗ് ദം അറ്റ് ദ പ്രോപ്പർ പ്ലേസ് കേട്ടോ. നമുക്ക് ഇതിനകത്ത് കുറെ എലമെന്റ്സ്, കുറെ ടോക്കൺസ് കൊടുത്തപ്പോൾ ഉണ്ട്. അതിനെ പ്രോപ്പർ ബോക്സിൽ കൊടുക്കട്ടെ. ഇൻഡ് എന്ന് പറയുന്നതാണ് കീവേഡ് ആണ് അല്ലെ. ഹിന്റ് കീവേഡ് ആണ്. സീൻ എന്താ? നമുക്ക് അത് ഐഡന്റിഫയർ ആണ്. പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ ആണ് അല്ലേ. മോഡുലസ് ഓപ്പറേറ്റർ. നെക്സ്റ്റ് എടുത്ത് നോക്കാം. ഡു എന്താണ്? നമുക്ക് അതും ഒരു കീവേഡ് ആണ് അല്ലേ. നെക്സ്റ്റ്, ഒരു ഈക്വാലിറ്റി വരുന്നത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. സോ അത് ഓപ്പറേറ്റർ ആണ്. ബ്രേക്ക് എന്താ? ബ്രേക്ക് ഡബിൾ കോഡ്സിലാണ്. ഡബിൾ കോഡ്സിൽ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് വരും. എന്തായിരിക്കും? സ്ട്രിംഗ് ലെറ്റർ ആയിരിക്കും. ഡബിൾ കോഡ്സിൽ ബ്രേക്ക് കേട്ടോ. അപ്പം ബ്രേക്ക് മാത്രമാണ്. ഡബിൾ കോഡ്സ് ഇല്ല എങ്കിൽ എന്തായിരിക്കും? അത് കീവേഡ് ആയിരിക്കും. മനസ്സിലായോ? ഡബിൾ കോഡ്സ് ഇല്ല എങ്കിൽ ബ്രേക്ക് കീവേഡ് ആയിരിക്കും. ഡബിൾ കോഡ്സിൽ ബ്രേക്ക് ആയതുകൊണ്ടാണ് സ്ട്രിംഗ് ലിറ്ററിലായത് കേട്ടോ. മറക്കല്ല കേട്ടോ. 25.7 എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്താണ്? ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററിലാണ് അല്ലേ. അപ്പൊ അത് ലിറ്ററിലാണ്. ഡിജിറ്റ് ഇസ് ആൻ ഐഡന്റിഫയർ അല്ലേ. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഇങ്ങനെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നെക്സ്റ്റ് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഇൻവാലിഡ് ഐഡന്റിഫയർ എമംഗ് ദ ഫോളോയിങ്. ഗിവ് ദ റീസൺ ഫോർ ഇൻവാലിഡിറ്റി ചോദിക്കാറുണ്ട് കേട്ടോ. ഫസ്റ്റ്, പ്രിൻസിപ്പൽ എമൗണ്ട് ഐഡന്റിഫയർ ആണ് മക്കളെ. ഐഡന്റിഫയർ അല്ല. കാര്യം ഇടയ്ക്ക് ഒരു വൈറ്റ് സ്പേസ് വന്നേപ്പോൾ അല്ലേ. വൈറ്റ് സ്പേസ് വന്നാൽ ഐഡന്റിഫയർ അല്ല. കണ്ടിന്യൂ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആണ്. പക്ഷെ എന്താണ്? ഫസ്റ്റ് ലെറ്റർ സ്മോൾ ആണ്. എല്ലാ സ്മോൾ ലെറ്റേഴ്സ് ആണെങ്കിൽ അതാണ് കീവേഡ് ആണ്. പക്ഷെ എന്താണ്? ഇത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആണ്. സോ അത് ഐഡന്റിഫയർ ആണ്. കുഴപ്പമില്ല. നെക്സ്റ്റ്, ഏരിയ ഐഡന്റിഫയർ ആണ്. ഫസ്റ്റ് ലെറ്റർ ആൽഫബറ്റ് ആണ്. ഇടയ്ക്ക് സ്പേസ് ഒന്നും ഇല്ലല്ലോ. നെക്സ്റ്റ് നോക്കാം. ഡേറ്റ് ഓഫ് ജോയിന് ഫസ്റ്റ് ലെറ്റർ ആൽഫബറ്റ് ആണ്. കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇടയ്ക്ക് ഒരു അണ്ടർസ്കോറിന് വരെ എന്താ കൊടുത്തേക്കുന്നത്? ഹൈഫൺ ആണ്. അണ്ടർസ്കോർ താഴെയാണ് വരുന്നത് കേട്ടോ. അണ്ടർസ്കോർ എന്ന് പറയുന്നത് താഴെയാണ് വരുന്നില്ലേ. പക്ഷെ ഇവിടെ എന്താണ്? ഹൈഫൺ ആണ് കൊടുത്തേക്കുന്നത്. സോ എന്താ മക്കളെ? ഇത് ഐഡന്റിഫയർ അല്ല കേട്ടോ. നെക്സ്റ്റ്, 9B. അതൊക്കെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, സ്പെഷ്യൽ സിമ്പിൾസ് ഒന്നും വരാൻ പാടില്ല. 9B ഫസ്റ്റ് ലെറ്റർ ആൽഫബറ്റ് കൊണ്ടോ അല്ലെങ്കിൽ അണ്ടർസ്കോർ കൊണ്ടോ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. വേറെ ഒന്നും കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. സോ ഇത് ഐഡന്റിഫയർ അല്ല കേട്ടോ. അപ്പൊ റീസണും കൂടെ റൈറ്റ് വെച്ചേക്കുക. അതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരിക്കലും മിസ്സാക്കല്ലേ. യെസ്, നെക്സ്റ്റ് എടുത്ത് നോക്കുക. ചോദിക്കുന്നത് എക്സ്പ്ലെയിൻ ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് ഇൻ C++. ഒക്കെ നമ്മളെ ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് ഇൻഡ്. സൈസ് എത്രയുടെ? 4 ബൈറ്റ്. ഇൻഡിജേഴ്സ് റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നില്ലേ. നെക്സ്റ്റ്, ഫ്ലോട്ട് ഫ്രാക്ഷൻ നമ്പർ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കും. സൈസ് 4 ബൈറ്റ് തന്നെ. നെക്സ്റ്റ്, ക്യാർ
1 ബൈറ്റ് സൈസ് ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ഡബിൾ 8 ബൈറ്റ്. നെക്സ്റ്റ് ആണെങ്കിൽ എന്താണ് പറയുന്നത്, വോയിഡ് 0 ബൈറ്റ്. ഇത് വേറെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. നൾ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൈപ്പ് ഏതാ മക്കളെ? വോയിഡ് ആണ്. അപ്പോൾ 0 ബൈറ്റ് ഉള്ള ഡേറ്റ ടൈപ്പ് ഏതാണ്? വോയിഡ് ആട്ടോ. അത് ചോദിക്കാറുണ്ട് കേട്ടോ, അങ്ങനെ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇൻ C++. അത് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ്? ആൻഡ്, ഓർ, നോട്ട്. ആൻഡ്, ഓർ, നോട്ട്. ഇത് 3 ഈ പറഞ്ഞ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് C++ എന്ന് പറയുന്നത്. അത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ, വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്, നെക്സ്റ്റ് അടുത്ത് വെക്കാം. റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം. സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം ഇല്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്ത് നോക്കുക, വേറെ പരിപാടി ഒന്നും ഇല്ല. ഒരു സിമ്പിൾ പ്രോഗ്രാം. ഇപ്പം ഹാഷ് ഇങ്ങനെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഹാഷ് ഇൻക്ലൂഡ് ഹെഡർ ഫയൽ യൂസിങ് നെയിം സ്പേസ് ഐഡന്റിഫയർ സെമിക്കോളൻ മെയിൻ ഫങ്ഷൻ സ്റ്റേറ്റ്മെന്റ്സുകളൊക്കെ കൊടുത്തു. റിട്ടേൺ 0 കേളിബ്രേസ് ക്ലോസ് ചെയ്തിട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു എക്സാമ്പിൾ കൂടെ റൈറ്റ് ചെയ്ത് കുറച്ച് നല്ലതായിരിക്കും. സ്ട്രക്ചർ ചോദിക്കുമ്പോൾ ഇതിൻ്റെ സിൻറ്റാക്സും അതിൻ്റെ എക്സാമ്പിൾ കൊടുക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. നെക്സ്റ്റ് വെക്കാം. എക്സ്പ്ലെയിൻ ദ റൈറ്റ് ദ സിൻറ്റാക്സ് ഓഫ് നെക്സ്റ്റ് ഡിഫർ സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ഡിഫർ സ്റ്റേറ്റ്മെന്റ് സിൻറ്റാക്സ് പറയാം. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ, അതിനുള്ളിൽ മറ്റൊരു ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എൽസ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 എൽസ് സ്റ്റേറ്റ്മെന്റ് 3. ഓക്കെ, ഈ കാര്യങ്ങൾ നോക്കുക. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ഫോർ ലൂപ്പ് ഇൻ C++. ഫോർ ലൂപ്പുള്ള മക്കളെ, ഫോർ ലൂപ്പിന്റെ സിൻറ്റാക്സ് ആണ്. ഫോർ ഇനിഷ്യലൈസേഷൻ. ഒരു എക്സാമ്പിൾ ഇതിന്റെ പഠിച്ചു കേട്ടോ. ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, കേളി ബ്രേസ് ക്ലോസ് ചെയ്തു, ഓപ്പൺ ചെയ്തു, ബോഡി ഓഫ് ദി ലൂപ്പ്. അപ്പോൾ ഇങ്ങനെ സിൻറ്റാക്സ് പഠിച്ചു വെച്ചേക്കണം. ഒരു എക്സാമ്പിളും പഠിച്ചു വെച്ചേ കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ലിസ്റ്റ് ദ എലമെന്റ്സ് ഓഫ് ലൂപ്പ്. എലമെന്റ്സ് ഓഫ് ലൂപ്പ് ഏതൊക്കെയാണ് മക്കളെ? ഫസ്റ്റ് വൺ ഈസ് ഇനിഷ്യലൈസേഷൻ. സെക്കൻഡ് വൺ ഈസ് ടെസ്റ്റ് എക്സ്പ്രഷൻ. തേർഡ് വൺ ഈസ് ബോഡി ഓഫ് ദി ലൂപ്പ്. ഫോർത്ത് വൺ ഈസ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു കാര്യങ്ങൾ ഓർത്തിരിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യങ്ങളൊന്നും മിസ്സാക്കല്ലേ. കാരണം C++ പ്രോഗ്രാമിൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതൽ ക്വസ്റ്റ്യൻസും ആൻസറായിട്ട് വീണ്ടും വരുന്നുണ്ട് മക്കളെ, ലൈവ്സിൽ വരുന്നുണ്ട്. സോ മക്കളെല്ലാം ലൈവുകൾ മിസ്സാക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.